വിക്ട തളിപ്പറമ്പ് MLA TK ഗോവിന്ദനും ഭാര്യ KP രമണിയും കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനിയെയും മകൻ ബിനീഷിനെയും വീട്ടിൽ ചെന്ന് കണ്ടു. TK ഗോവിന്ദനും ഭാര്യയ്ക്ക് നൽകിയ സ്വീകരണത്തിന്റെ രാഷ്ട്രീയ ശരിതെറ്റുകൾ പുതിയ ചർച്ചയായി ഉടലെടുക്കുകയാണ്. TK ഗോവിന്ദനും ഭാര്യ KP രമണിയും കോടിയേരിയുടെ വസതി സന്ദർശിക്കുകയും വിനോദിനി ബാലകൃഷ്ണനുമായി സൗഹൃദം പങ്കിടുകയും ചെയ്തത് ശരിയാണോ എന്നതാണ് സന്ദർശനത്തിന്റെ പ്രധാന ചോദ്യം. കോടിയേരിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് മനസ്സ് എന്താ പറയുക, അത്രയും സങ്കടമാണ്. ഈ ജി സുധാകരൻ സഖാവ് ഉണ്ടാവില്ല, പിന്നെ കുഞ്ഞുകൃഷ്ണേട്ടൻ ഉണ്ടാവില്ല, TK ഗോവിന്ദ മാഷും ഈ രീതിയിൽ വരില്ല, കോടിയേരി സെക്രട്ടറി അത് ഞാൻ വിശ്വസിക്കുന്നതാണ്. കുലം കുത്തിയെന്നും വർഗവഞ്ചകനെന്നും വിശേഷിപ്പിച്ച ഒരാൾക്ക് ഇത്തരത്തിൽ സ്വീകരണം നൽകാമോ എന്നതാണ് ചോദ്യത്തിന്റെ രാഷ്ട്രീയം. അതിന് വിനോദിനി ബാലകൃഷ്ണന് കൃത്യമായ ഉത്തരമുണ്ട്. എനിക്ക് ശരിയാണ്, എൻ്റെ ശരി, എൻ്റെ ബോധ്യം, എൻ്റെ ശരി. പിന്നെ എൻ്റെ നല്ല ഓർമ്മകളും ചീത്ത ഓർമ്മകളും എല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് എൻ്റെ മനസ്സിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നു. അതെന്താ ചേച്ചിക്ക് ചീത്ത ഓർമ്മകൾ? ഒത്തിരി ഉണ്ട് മോനെ, നമുക്ക് നോക്കാം. ഒരുപാട് പറയാം. TK ഗോവിന്ദന്റെ കുടുംബവും കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബവും തമ്മിൽ അഗാധമായ ബന്ധമുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് ഈ സന്ദർശനമെന്നാണ് വിനോദിനിയുടെ മറുപടി. രമണേച്ചി ഞാനുമായിട്ട് ഒരുപാട് കാര്യം ഒരുമിച്ച് സംസാരിച്ചു. അതിനേക്കാൾ അധികം ബാലകൃഷ്ണൻ തന്നെയാണ് ആ കുടുംബത്ത് അവിടെ പോയിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്. അതേ ഒരുപാട് ആളുകളുടെ മനസ്സിൽ കോടിയേരി ഇന്നും അജയ്യനായി ജീവിക്കല്ലേ. സന്ദർശനത്തെ വ്യക്തിപരമായി കാണണമെന്നാണ് ബിനീഷ് കോടിയേരിയുടെ അഭിപ്രായം. എനിക്ക് സന്തോഷമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലല്ലോ, ഈ വീട്ടിൽ വരുവാൻ വേണ്ടിയിട്ട് അവർക്ക് തോന്നലുണ്ടാവുക എന്നുള്ളതാണല്ലോ. അത് രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളെയും വ്യക്തിപരമായിട്ടുള്ള കാര്യം കൂട്ടിക്കൊടുക്കാൻ പാടില്ല. ഐഡിയോളജി ആയിട്ട് നിൽക്കണം, വ്യക്തിപരമായിട്ട് നിൽക്കണം. TK ഗോവിന്ദനുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിഷയത്തിൽ താൻ പാർട്ടിക്കൊപ്പമാണെന്ന് മാത്രമല്ല, TK ഗോവിന്ദന്റെ ഒപ്പം ഇല്ല എന്നുകൂടി ബിനീഷ് കോടിയേരി ഉറപ്പിച്ചു പറയുന്നു. എന്തായാലും പുതിയ ചർച്ചകളിലേക്കും പുതിയ പ്രതികരണങ്ങളിലേക്കും ഒക്കെ ഈ സന്ദർശനം ചെന്നെത്തിക്കുമെന്നുള്ള സംശയമില്ല.